അടുത്തത് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ഈ ഫോർവേഡ് ബയസിനെയും റിവേഴ്സ് ബയസിനെയും നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യണം. അതായത് ഫോർവേഡ് ബയസിൽ നമ്മൾ വോൾട്ടേജ് കൊടുത്തു അല്ലെ, അപ്ലൈഡ് വോൾട്ടേജ് കൊടുത്തു, കറണ്ട് ഉണ്ടായി. അതുപോലെ തന്നെ റിവേഴ്സ് ബയസിലും അപ്ലൈഡ് വോൾട്ടേജ് കൊടുത്തു, കറണ്ട് ഉണ്ടായി. അപ്പൊ കറണ്ടും വോൾട്ടേജും വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വി ഐ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. വി ഐ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ വി ഐ ഗ്രാഫ്, വോൾട്ടേജ് കറണ്ട് ഗ്രാഫ്, അത്രയേ ഉള്ളൂ. These are the graphical relation between voltage applied to the PN junction and the current through PN junction. അല്ലെ, ഈ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഗ്രാഫിക്കൽ റിലേഷൻ ആണ് ആരും തമ്മിലുള്ളത്, അപ്ലൈഡ് വോൾട്ടേജും കറണ്ടും തമ്മിൽ പി എൻ ജംഗ്ഷനെ ക്രോസ് ആയിട്ടുള്ള. ഒന്നുകിൽ വോൾട്ടേജ് കറണ്ട് ഗ്രാഫ് എന്ന് പറയാം, അല്ലെങ്കിൽ വി ഐ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പി എൻ ജംഗ്ഷൻ എന്ന് പറയാം. ഇതാണ് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി നമുക്ക് അത് എങ്ങനെയാ വരയ്ക്കണേന്ന് കൂടി നോക്കാം. അപ്പൊ നമ്മൾ എന്തിന്റെയാണ് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്? റിവേഴ്സിന്റെ ഫോർവേഡിന്റെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബയസിന്റെ വോൾട്ടേജ് കറണ്ട് റിലേഷൻ ആണ് നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പൊ നോക്കാം, നമുക്ക് ഈ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുമ്പോൾ ഈ നമ്മൾ നേരത്തെ വരച്ച സർക്യൂട്ട് വരച്ചു കൊടുക്കരുത്, ഈ സർക്യൂട്ട് വരച്ചു കൊടുക്കുക. അതായത് ഇവിടെ എന്തൊക്കെയാ ഉള്ളത്? ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു എന്തുണ്ട്, പി എൻ ജംഗ്ഷൻ ഡയോഡ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് അവിടെ അതിന് മുകളിലായിട്ട് ഒരു വോൾട്ട് മീറ്റർ വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു മില്ലി അമ്മീറ്റർ. അപ്പൊ ഈ വോൾട്ട് മീറ്ററും മില്ലി അമ്മീറ്ററും ഒക്കെ കറണ്ടിന്റെയും വോൾട്ടേജിന്റെയും റീഡിങ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എത്ര കറണ്ട് അതിൽ കൂടെ ഫ്ലോ ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, ആ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മില്ലി അമ്മീറ്ററും വോൾട്ട് മീറ്ററും വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ അതിന്റെ താഴെ നമ്മളൊരു ബാറ്ററിയും വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ബാറ്ററി കണ്ടോ, ഇത് ആരോ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ആരോ ഇട്ടിട്ടുണ്ടെങ്കിൽ അർത്ഥം എന്താണ്, വേരിയബിൾ ആണ്, അതിന്റെ വോൾട്ടേജ് ഫിക്സ്ഡ് അല്ല. അതായത് നമ്മളൊരു ചെറിയ ബാറ്ററി, ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ബാറ്ററി കണക്ട് ചെയ്തിരിക്കുന്നതല്ല, ആ വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോബോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വേരി ചെയ്യിക്കാൻ പറ്റും, ആ വോൾട്ടേജ് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ എനിക്കിപ്പോ 0.2 വോൾട്ടേജിൽ കറണ്ട് വേണമെന്ന് വെക്കുക, ആ വോൾട്ടേജിലാണ് എനിക്ക് കറണ്ട് വേണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ, ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ആ വോൾട്ടേജ് എവിടെ കാണാൻ പറ്റും, മുകളിൽ ആ വോൾട്ട് മീറ്റർ, ഇവിടെ വോൾട്ട് മീറ്ററിൽ നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്ത വോൾട്ടേജ് കാണാൻ പറ്റും. അപ്പൊ അതനുസരിച്ചുള്ള കറണ്ട് ഇതിൽ കൂടെ ഫ്ലോ ചെയ്തിട്ട് ഇവിടെ നമുക്ക് എന്ത് കിട്ടും, കറണ്ടിന്റെ റീഡിങ് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ വോൾട്ടേജ് മാറ്റി മാറ്റി കൊടുക്കുന്നു. ആദ്യം നമ്മൾ ഇവിടെ 0.2 സെറ്റ് ചെയ്യും, അപ്പൊ നമുക്ക് ഈ മില്ലി അമ്മീറ്ററിൽ ഒരു വോൾട്ടേജ് കിട്ടും. അതിന് 0.4 സെറ്റ് ചെയ്യും, അപ്പോൾ ഇവിടെ 0.4 കാണിക്കും. അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കറണ്ട്, ഇപ്പോൾ 0.2ഓ 3ഓ അല്ലെങ്കിൽ 20ഓ 40ഓ അങ്ങനെ ഒരു കറണ്ട് നമുക്ക് എവിടെ കിട്ടും, ഈ മില്ലി അമ്മീറ്ററിൽ റീഡിങ്ങിൽ കാണാൻ പറ്റും. ഈ സ്വിച്ച് ഓൺ ആയിരിക്കണം, അതായത് ക്ലോസ്ഡ് സ്വിച്ചിലാണ് നമുക്ക് എന്ത് ചെയ്യുക, കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇനി നമ്മൾ ഇപ്പൊ കിട്ടിയ റീഡിങ്സ്, അത് നമുക്ക് എക്സ്പെരിമെന്റിൽ ചെയ്യുന്നതാണ്, എക്സ്പെരിമെന്റ് ആയിട്ട് നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ ഇത്. അപ്പൊ ഇത് നമ്മൾ വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. അപ്പോൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തായിരിക്കും, എക്സ് ആക്സിസിൽ കണ്ടോ, ഇതാണ് ആ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോർവേഡ് ബയസ് എന്ന് പറയുന്നത്. അതായത് ഇത് കാണിച്ചിരിക്കുന്നത് മില്ലി ആംബിയർ റേഞ്ചിൽ ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് ഇത് ഫോർവേഡ് ബയസിന്റെ ഗ്രാഫ്, ഇത് റിവേഴ്സ് ബയസിന്റെ ഗ്രാഫ്. ഇത് ഇവിടെ ആദ്യം വോൾട്ടേജ് നമ്മൾ കൂട്ടി കൊടുത്തു, 0.2 4 6 ഒക്കെ കൊടുത്തപ്പോഴും കറണ്ട് എന്താണ്, 0 ആണ്. ഇത് കണ്ടോ, കറണ്ടിന്റെ വാല്യൂ ഇവിടുന്ന് പൊന്തിയിട്ടില്ല, കറണ്ട് എത്ര തന്നെയാണ്, 0 ആണ്. കണ്ടോ, 0.2 0 ആണ്, 0.4 0 ആണ്, 0.6 4 ആണ്. അത് ഇനി 0.7 ആയപ്പോഴാണ് കറണ്ട് എന്ത് ചെയ്ത്, പെട്ടെന്ന് കറണ്ടിന് ഒരു ഇൻക്രീസ് ഉണ്ട്. അപ്പൊ ഈ വോൾട്ടേജിന് ഒരു പ്രത്യേക പേരുണ്ട്, അത് കൃത്യം ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തത്, കറണ്ട് ഇൻക്രീസ് ചെയ്തത്. അതുപോലെ തന്നെ റിവേഴ്സ് ബയസിലും നമ്മൾ ആദ്യം വോൾട്ടേജ് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ 20 വോൾട്ടിലും 40 വോൾട്ടിലും 60 വോൾട്ടിലും ഒന്നും അത്യാവശ്യം കറണ്ട് ഒന്നും ഇല്ല. അത് ഇനി ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തിയപ്പോഴാണ് കറണ്ട് എന്ത് ചെയ്തത്, എക്സ്പോണൻഷ്യൽ ആയിട്ട് ഇൻക്രീസ് ചെയ്തത്. അപ്പോൾ ഈ രണ്ട് വോൾട്ടേജിനും ഒരു പേരുണ്ട്. അത് മാത്രമല്ല ഇവിടെ നോക്കിയേ, ഇതിന്റെ റേഞ്ച് ഇട്ട് അത് മാറിപ്പോരുത്. ഇത് സെയിം ആക്സിസ് ആണെങ്കിലും ഇങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ എഴുതിയേക്കണുണ്ടോ, കറണ്ട് എന്ന് പറയുന്നത് ഇവിടെ മില്ലി ആംബിയറിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫോർവേഡ് ബയസിൽ നമുക്ക് അത്യാവശ്യം കറണ്ട് കിട്ടും, അത് ഏത് റേഞ്ചിലാണ്, മില്ലി ആംബിയറിലാണ്. താഴെ റിവേഴ്സ് ബയസിൽ നമ്മൾ കറണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്ക്, മൈക്രോ ആംബിയറിലാണ്. അപ്പൊ ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ മിക്കവാറും എല്ലാവരും വിട്ടുപോകുന്ന ഒരു കാര്യമാണിത്. ഇത് ഇങ്ങനെ തന്നെ വരയ്ക്കണം, ഇവിടെ മില്ലി ആംബിയറും മൈക്രോ ആംബിയറും തന്നെ കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ ഇൻക്രീസ് ആവുന്ന വോൾട്ടേജും കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. അതായത് ഏത് വോൾട്ടേജ് എത്തിയപ്പോഴാണ് കറണ്ട് കൂടിയതെന്ന് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടും വേണം ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതും വരച്ചു കൊടുക്കുക. അപ്പൊ നമ്മളോട് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പി എൻ ജംഗ്ഷൻ ഡയോഡ് വരയ്ക്കാൻ പറഞ്ഞാൽ ഈ ഗ്രാഫ് മാത്രം വരച്ചിട്ട് വരരുത്, ഈ ഇത് വരയ്ക്കുക, അതായത് ഈ സർക്യൂട്ട് വരയ്ക്കുക, എന്നിട്ട് ഇത് ഫോർവേഡ് വൈസ് വരയ്ക്കുക, അതുപോലെ തന്നെ ഈ സർക്യൂട്ട് വരയ്ക്കുക, റിവേഴ്സ് വൈസ് വരയ്ക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വരച്ചാലും മതി. ഇതാണ് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ്. എന്നിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി കൊടുക്കുക. ഇത്രയുമാണ് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചത്. അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ താഴെ നമ്മൾ വരച്ചിട്ടുണ്ട്.
താഴെ നമ്മൾ എഴുതിയിട്ടുണ്ട്. നോക്കി, ഫോർവേഡ് ബയസിന്റെ ഫീച്ചേഴ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. വി ഐ ഗ്രാഫ് എന്ന് പറയുന്നത് എന്തല്ല, ഒരു സ്ട്രേറ്റ് ലൈൻ അല്ല. നമുക്ക് ഗ്രാഫിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. കണ്ടോ, ഇതൊരു സ്ട്രേറ്റ് ലൈൻ അല്ല. എന്താണ്, ആദ്യം കുറച്ച് കറണ്ട്, അതിന് പിന്നെ കറണ്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് കൂടും. ഈ കൂടിയ ലൈൻ എന്ന് പറയുന്നതും ഒരു സ്ട്രേറ്റ് ലൈനിലല്ല. എന്ന് വെച്ചാൽ എന്താണ്, അത് സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ അത് ഓംസ് ലോ ഒബേ ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റും. അപ്പൊ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഇതിന്റെ ഫോർവേഡ് ബയസിന്റെ വി ഐ ഗ്രാഫ് എന്ന് പറയുന്നത് എന്തല്ല, ഓംസ് ലോ ഒബേ ചെയ്യുന്നതല്ല. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇനീഷ്യലി കറണ്ട് ഇൻക്രീസസ് വെരി സ്ലോലി. അതെ, തുടക്കം കറണ്ട് ശരിക്കും ഇൻക്രീസസ് എന്നൊന്നും പറയാൻ പറ്റില്ല, വെരി സ്ലോലി എന്നും പറയാൻ പറ്റില്ല. ഇവിടെ കറണ്ടേ ഇല്ല അല്ലെ, വെരി സ്ലോലി, വളരെ പയ്യാണ് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നത്. ടിൽ വോൾട്ടേജ് ക്രോസസ് സർട്ടൻ വാല്യൂ, ഒരു പർട്ടിക്കുലർ വാല്യൂ കഴിയുന്നത് വരെ പയ്യെ തന്നെയാണ് എന്ത് ചെയ്തത്, കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നത്. ആ വോൾട്ടേജിന് പറയുന്ന പേരാണ് ത്രെഷോൾഡ് വോൾട്ടേജ് ഓർ കട്ടിംഗ് വോൾട്ടേജ്. ആ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു 0.3 വോൾട്ട് ആണ് ജെർമേനിയത്തിന്, 0.7 വോൾട്ട് ആണ് സിലിക്കിന്. അപ്പൊ നോക്കി, ഇത് 0.7 എത്തിയപ്പോഴല്ലേ കൂടിയത്. അപ്പൊ ഇത് ആരുടെ ഗ്രാഫ് ആയിരിക്കും, സിലിക്കന്റെ ഗ്രാഫ് ആയിരിക്കും, ശരിയല്ലേ? ഇത് സിലിക്കന്റെ ആണ്. എത്രയാണ് അതിന്റെ കട്ടിംഗ് വോൾട്ടേജ്? 0.7 വോൾട്ട് ആണ്. അതിന്റെ ഗ്രാഫാണിത്, സിലിക്കന്റെ ഗ്രാഫാണിത്. ഓക്കെ, അപ്പോൾ ഒരു പർട്ടിക്കുലർ വാല്യൂ വരെ കറണ്ട് എന്ത് ചെയ്തു, സ്ലോ ആയിട്ടാണ് ഇൻക്രീസ് ചെയ്തത്. ഒരു പർട്ടിക്കുലർ വോൾട്ടേജിന് ശേഷം കറണ്ട് എന്ത് ചെയ്തു, റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഇൻക്രീസ് കാണിച്ചു. ആ പർട്ടിക്കുലർ വോൾട്ടേജിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കട്ടിംഗ് വോൾട്ടേജ് ഓർ ത്രെഷോൾഡ് വോൾട്ടേജ്. ഓക്കെ, ആഫ്റ്റർ കട്ടിംഗ് വോൾട്ടേജ് ഡയറക്ട് കറന്റ് ഇൻക്രീസസ് റാപ്പിഡ്ലി. അല്ലെ, കട്ടിംഗ് വോൾട്ടേജിന് ശേഷം കറണ്ട് എന്ത് ചെയ്യും, റാപ്പിഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ദർ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഫീൽ നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ് ജംഗ്ഷൻ. അതായത് ഫോർവേഡ് ബയസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇവിടെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന് റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും, വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇവിടെ കറണ്ട് നന്നായിട്ട് കിട്ടുന്നത്. നമുക്ക് റെസിസ്റ്റൻസ് കുറവായതുകൊണ്ടാണ് നല്ല കറണ്ട് കിട്ടുന്നത്. അപ്പോൾ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ എന്തായിരിക്കും, കുറവായിരിക്കും. ക്ലിയർ ആണോ? ഇത്രയും വരച്ചു കൊടുത്താൽ നമ്മുടെ ഫോർവേഡ് ബയസും അതിന്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സുമായി. ഇനി റിവേഴ്സ് ബയസിന്റെ സർക്യൂട്ട് ഡയഗ്രാം നമ്മൾ നേരത്തെ കണ്ടത് തന്നെ കേട്ടോ. ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം റിവേഴ്സ് ബയസിന്റെ. ഇവിടെ എന്താ വ്യത്യാസമുള്ളത്, എന്താ, ബാറ്ററി തിരിച്ചു കൊടുത്താൽ മതി. കണ്ടോ, ഫോർവേഡ് ബയസിൽ നമ്മൾ പോസിറ്റീവ് ടെർമിനൽ പി സൈഡിനോടും നെഗറ്റീവ് ടെർമിനൽ എൻ സൈഡിനോടും കണക്ട് ചെയ്തു. ഇനി നമ്മൾ റിവേഴ്സ് ബയസ് വരച്ചപ്പോൾ എന്താ ചെയ്തത്, നെഗറ്റീവ് സൈഡ് പി സൈഡിനോടും പോസിറ്റീവ് സൈഡ് എൻ സൈഡിനോടും കണക്ട് ചെയ്തു. ഓക്കെ ആണോ? പോസിറ്റീവ് ടെർമിനൽ എൻ സൈഡിനോടും കണക്ട് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ മാറ്റി വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഫോർവേഡ് ബയസ് വരച്ചു, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, റിവേഴ്സ് ബയസ് വരച്ചു, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി റിവേഴ്സ് ബയസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഇത്രയും കൂടി എഴുതിയും കൂടി കൊടുക്കാം. നമ്മളിപ്പോൾ പറഞ്ഞ ഫോർവേഡ് ബയസിൽ പറഞ്ഞ കാര്യത്തിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ഇതിൽ വരും, റിവേഴ്സിൽ വരും. നോക്കാം നമുക്ക്. റിവേഴ്സ് ബയസ് വോൾട്ടേജ് പ്രൊഡ്യൂസസ് എ സ്മോൾ കറണ്ട്. അല്ലെ, വളരെ ചെറിയൊരു കറണ്ട് ഉണ്ടാക്കണം. നമ്മൾ പറഞ്ഞു എത്രയാണത്, ഏത് റേഞ്ചാണ്, മൈക്രോ ആംപിയർ റേഞ്ച് ആണ്. വിച്ച് ഓൾമോസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് വിത്ത് ബയസ്. അല്ലെ, മറ്റേതിലെ പോലെ തന്നെ ഇവിടെയും എന്ത് ചെയ്യും, ഓൾമോസ്റ്റ് അപ്ലൈഡ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഒരു പോയിന്റ് വരെ ഇത് എങ്ങനെയായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ദ സ്മോൾ കറണ്ട് ഈസ് കോൾഡ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. എവിടെ വരെ ഇതാ കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്നു, ഈ കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്ന കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാച്ചുറേഷൻ കറണ്ട്. ദിസ് ഇസ് ഡ്യൂ ടു ഡ്രിഫ്റ്റ് ഓഫ് മൈനോറിറ്റി കാരിയേഴ്സ്. ഇത് ഈ കറണ്ട് ഉണ്ടാവുന്നതിന് കാരണം എന്താണ്, മൈനോറിറ്റി കാരിയേഴ്സിന്റെ ഡ്രിഫ്റ്റ് ആണ്, ഡ്രിഫ്റ്റ് കറണ്ട് ആണ് ഇത് ആക്ച്വലി. ഇനി വെൻ ദ റിവേഴ്സ് വോൾട്ടേജ് റീച്ചസ് സഫീഷ്യന്റ് വാല്യൂ. അല്ലെ, ഇതൊരു സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു ഹൈ വാല്യൂലേക്ക് ഈ വോൾട്ടേജ് എത്തുമ്പോൾ, ഇവിടെ ഇപ്പൊ എത്ര വരും, ഒരു 84 അത്രയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, കറണ്ട് റാപ്പിഡ് ആയിട്ട് നേരത്തെ പോലെ സഡൻ ഇൻക്രീസ് ടു എ ലാർജ് വാല്യൂ. റിവേഴ്സ് കറണ്ട് എന്ത് ചെയ്യും, ലാർജ് വാല്യൂലേക്ക് റിവേഴ്സ് കറണ്ട് ഇൻക്രീസ് ചെയ്യും. ദിസ് വോൾട്ടേജ് ഈസ് കോൾഡ് എ സെനർ ബ്രേക്ക് ഡൗൺ. അപ്പൊ എപ്പോഴും റിവേഴ്സ് ബയസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് റീജിയനിൽ കൊടുക്കണം. കാരണം നമ്മൾ കൊടുത്ത ബയസ് വോൾട്ടേജ് ഓൾറെഡി എന്താണ്, റിവേഴ്സ്ഡ് ആണ്, നെഗറ്റീവ് വോൾട്ടേജ് ആണ്. അപ്പൊ നെഗറ്റീവ് റീജിയനിൽ വേണ്ടത് വരയ്ക്കാൻ. അപ്പൊ നമുക്ക് കറണ്ട് കിട്ടും. ആ കറണ്ട് റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യും. എപ്പോ, ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തിക്കഴിയുമ്പോൾ ആ വോൾട്ടേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, അല്ലെങ്കിൽ വെറും ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്നാണ് അതിനെ പറയാം. അപ്പൊ ഇവിടെ രണ്ട് വോൾട്ടേജ് ആണ്. ഫോർവേഡ് ബയസിലെ വോൾട്ടേജിനെ നമ്മൾ എന്താ പറഞ്ഞത്, കട്ടിംഗ് വോൾട്ടേജ്. അല്ലെ, കട്ടിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ ത്രെഷോൾഡ് വോൾട്ടേജ്. രണ്ട് വോൾട്ടേജ് പറഞ്ഞു. ഇവിടെ എന്താ പറഞ്ഞത്, ഒന്ന് കട്ടിംഗ് വോൾട്ടേജ് ഓർ ത്രെഷോൾഡ് വോൾട്ടേജ്. റിവേഴ്സ് ബയസിലാണെങ്കിൽ ആ വോൾട്ടേജിന് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ, രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഒന്ന്, ഫോർവേഡ് ബയസിൽ ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫോർവേഡ് ബയസിൽ റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും, വളരെ കുറവായിരിക്കും. റിവേഴ്സ് ബയസിൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഈ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ റെക്ടിഫിക്കേഷൻ നടത്തുക. അപ്പൊ നമുക്ക് അടുത്ത് പഠിക്കാനുള്ള ടോപ്പിക്കാണ് റെക്ടിഫിക്കേഷൻ. റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ AC വോൾട്ടേജിനെ DC വോൾട്ടേജ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് റെക്ടിഫിക്കേഷൻ. ആ റെക്ടിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ഫോർവേഡ് ബയസ് റിവേഴ്സ് ബയസിലെ ഈ കൺസെപ്റ്റ് ആണ്. ഏത് കൺസെപ്റ്റ്,
ഫോർവേഡ് ബയസിൽ റെസിസ്റ്റൻസ് വളരെ കുറവും റിവേഴ്സ് ബയസിൽ റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. ഈ കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഏത് നടക്കുന്നത്, റെക്ടിഫയർ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇത്രയേ ഉള്ളൂ ഫോർവേഡ് ബയസ് ആൻഡ് റിവേഴ്സ് ബയസ്, അതുപോലെ തന്നെ അവരുടെ VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്.